കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഒരിക്കൽ അമ്മയെ ദൈവമായി കണ്ട എന്റെ മകനെ ഏയ്, അങ്ങനെയൊന്നും കരുതണ്ട ഭാമേ. ഇത് എനിക്ക് വേണ്ട ഒരു ഉറപ്പാ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ അത്. ഇനി എനിക്ക് വേറൊരു കാര്യത്തിനു കൂടി വ്യക്തത വേണം ഭാമേ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തത് വിഷ്ണുവേട്ടന് സങ്കടമായിട്ടുണ്ടാവും. ഇഷ്ടം ഉണ്ടായിട്ടല്ല, അപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്തു പോയതാന്ന് വിളിച്ചു പറയാം. ശാലിനിയാണല്ലോ, അവൾ അറിഞ്ഞിരിക്കട്ടെ കാര്യങ്ങളെല്ലാം. ഇനിയെങ്കിലും സത്യം പറയുമെന്ന് നോക്കാമല്ലോ. ഹലോ, ഇഷ്ടമാണോ അല്ലയോ സരളയ്ക്ക് തുറന്നു പറയാം. ഭാമേ, സുസ്മിതയും വിഷ്ണുവുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് 100 വട്ടം സമ്മതമാ. ഒരിക്കൽ നമ്മളത് ആലോചിച്ചുറപ്പിച്ചതാണല്ലോ. വിഷ്ണുവിന് 7.5 ശനിയായിരുന്നു. അപ്പോ ആ ശനിയെ ഞാനങ്ങ് ഒഴിപ്പിച്ചു വിട്ടു. ശാലിനിയുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതല്ലേ പറഞ്ഞത്, ഒഴിപ്പിച്ചു വിട്ടെന്ന്. അവള് പൂർണ്ണ സമ്മതത്തോടെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് തന്നു. ഇനി വിഷ്ണുമോന്റെ മനസ്സൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്റെ ഇഷ്ടം തന്നെയാ ഇവന്റെ ഇഷ്ടം. അതൊക്കെ നമ്മൾ പറയും. കല്യാണക്കാര്യത്തിലൊക്കെ നേരിട്ട് അഭിപ്രായം കേൾക്കുന്നതല്ലേ നല്ലത്. എന്നാ വിഷ്ണു തന്നെ പറയട്ടെ. വിഷ്ണു, നിന്റെ ഇഷ്ടം പറയാം. ശാലിനിയെ കൊണ്ട് എങ്ങനെയെങ്കിലും സത്യം പറയിക്കണം. അതിന് ഇതേ ഒരു വഴിയുള്ളൂ. പറയേ. അമ്മ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യും. ജാതകപ്പൊരുത്തം നമ്മൾ നേരത്തെ നോക്കിയതാണല്ലോ. ഇനി മുഹൂർത്തം കുറിച്ചാൽ മതി. നമുക്ക് ഒരുമിച്ച് തന്നെ ജോത്സ്യരെ കാണാൻ ഭാമേ. വിഷ്ണുവേട്ടൻ അങ്ങനെ വഴിക്ക് വന്നു. ഇനി ബാക്കി ഞാൻ ഏറ്റു.
ചേച്ചിക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട് ബാല. പറഞ്ഞതുപോലെ വിൽപ്പത്രം തയ്യാറാക്കി അളിയൻ വക്കീലിനെ ഏൽപ്പിച്ച നമ്മൾ കുടുങ്ങും ചേച്ചി. അതിനകത്ത് എന്തെങ്കിലും നക്കാപ്പിച്ച് നമുക്ക് കിട്ടിയാലേ. അളിയന്റെ ഇപ്പോഴത്തെ നമ്മളോടുള്ള ഇരിപ്പോശം വെച്ച് 10ന്റെ പൈസ കിട്ടാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ശാരദാമ്മയുടെ അടുത്തേക്കാണല്ലോ ചായ്വ്. എന്ത് ചെയ്യണമെന്നാ നീ പറഞ്ഞു വരുന്നത്? ആ വിനയചന്ദ്രൻ വക്കീല് പറഞ്ഞത് മുഴുവൻ പോയിന്റാ ചേച്ചി. നേരത്തെ ഒരു വിൽപ്പത്രം തയ്യാറാക്കി വെച്ച അളിയനെ നമുക്ക് തൊടാനാകില്ല. നമ്മളിനി രണ്ടാമതൊരെണ്ണം തയ്യാറാക്കിയാലും അയാള് പറഞ്ഞതുപോലെ സംശയാസ്പദമായ മരണത്തിന് കേസ് ഫയൽ ചെയ്യാം. പിന്നെ ഗൂഢാലോചന, വ്യാജരേഖ ചമയ്ക്കൽ വകുപ്പുകൾ വേറെയും കിടക്കുന്നുണ്ട്. നീ മനുഷ്യനെ പറഞ്ഞ ആദ്യ കേറ്റാതെ ഈ സ്വത്തുക്കൾ നമുക്ക് കിട്ടാനുള്ള വഴി എന്താന്ന് പറയ്. അതിന് 2 വഴിയുണ്ട് ചേച്ചി. സ്നേഹത്തിൽ പറ്റിക്കൂടി നിന്ന് അളിയനെ പഴയതുപോലെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. അതിനി നടക്കൊന്നു തോന്നുന്നില്ലടാ. ഞങ്ങൾക്കിടയിലുള്ള ബന്ധത്തിൽ ഒരു മുറിവ് വീണ് കഴിഞ്ഞു. ഒരിക്കലും ഉണങ്ങാത്ത രീതിയിലുള്ള ഒരു മുറിവ്. അവിശ്വാസം അതുണ്ടായാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനിനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും അയാൾ എന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. സ്നേഹം ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വേറെ ചിലര് പുറത്ത് നിൽപ്പുണ്ടല്ലോ, പ്രത്യേകിച്ച്. അപ്പൊ അത് നടക്കില്ല. ഇനി നീ രണ്ടാമത്തെ വഴി എന്താന്ന് പറയേ. അതിത്തിരി കടുപ്പുവാ. പറയുമ്പോ ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്. നീ പറ ബാല. ഞാൻ എന്റെ ജീവിതവും യൗവനവും ആയുസും ഒക്കെ ഹോമിച്ചത് ഈ സ്വത്തിന് വേണ്ടി മാത്രം. 3 മക്കളും ഒരു ഭാര്യയെ സ്വന്തമായുള്ള ഒരു 2ാം കെട്ടുകാരന്റെ ഭാര്യ ആവേണ്ട ആവശ്യമില്ലായിരുന്നു രാജേശ്വരിക്ക്. പ്രായത്തിന്റെ അന്തരം വേറെ. ഇത്രയും കാലം അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അയാളെ നോക്കി. അവസാന നിമിഷം ഇതെല്ലാം കൈവിട്ട് പോവെന്ന് പറഞ്ഞാല് രാജേശ്വരി എന്ത് ചെയ്യും? നീ സംഗതി എന്താന്ന് വെച്ചാ പറ. അളിയൻ ജീവനോടുള്ളപ്പം തന്നെ നമുക്ക് മറ്റൊരു വിൽപ്പത്രം എഴുതി തരണം ചേച്ചി. അപ്പോ പഴയതിന് സാധുത ഉണ്ടാകില്ല. അതിന് അയാള് നമുക്ക് അനുകൂലമായി എഴുതി തരണ്ടേ? തരില്ല. പക്ഷെ തരാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെ നടക്കൊന്നു പറഞ്ഞീ. പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ അളിയൻ ഇവിടെ തളർന്നു കിടക്കുന്ന സാഹചര്യം ചേച്ചി ഒന്ന് ആലോചിച്ചേ. അപ്പ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും അളിയൻ ഒപ്പിടില്ലേ? അളിയൻ എഴുതി തയ്യാറാക്കിയ വിൽപ്പത്രം അളിയന്റെ മുന്നിൽ വെച്ച് തന്നെ കീറിയ മൂത്തെറിഞ്ഞു കൊടുക്കണം. അതുകൊള്ളാം. അത് നല്ല ഐഡിയ. പക്ഷെ തളർത്തിയിടാന്ന് വെച്ചാ അത് നമ്മളാ ചെയ്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ലേടാ. അതിന് പുതിയൊരു ഐറ്റം ഉണ്ട് ചേച്ചി. ഒരു കുഞ്ഞിനും പിടികിട്ടില്ല. കഷായം. കഷായോ? അതെ ചേച്ചി, ഇത് ഈ സാധാരണ കഷായമൊന്നുമല്ല. ചില രാസവസ്തുക്കളൊക്കെ ചേർത്ത് തയ്യാറാക്കിയത്. ഇത്തിരി കൂടുതൽ കൊടുത്താ നിന്ന നിൽപ്പിൽ ആള് തട്ടിപ്പോകാനും മതി. ഇത് കൃത്യമായ അളവിൽ കൊടുത്താ കൈയും കാലും തളർന്ന് ഒടിഞ്ഞു കുത്തി എവിടെയെങ്കിലും കിടന്നോളൂ. ഈ മരണം സംഭവിക്കാത്തതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് അന്വേഷണം ഉണ്ടാവില്ല. അപ്പോ ഉറപ്പിക്കല്ലേ? അതെ, കഷായമെങ്കിൽ കഷായം. എന്റെ കാൽ ചുവട്ടിൽ കിട്ടണോ അയാളെ? പിന്നെ ഈ സ്വത്തും.
സുസ്മിതയും വിഷ്ണുവുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് 100 വട്ടം സമ്മതമാണ്. അമ്മ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ചെയ്യും. ശാലിനി, എന്തു പറ്റുമോളെ? ഒന്നുമില്ലമ്മ. നിന്റെ കണ്ണെന്താന്ന് അറിഞ്ഞിരിക്കുന്നത്? അത് കണ്ണില് കരടെന്തോ പോയതാ. കരട് പോയത് കണ്ണിലാണോ സ്വന്തം ജീവിതത്തിലാണോന്ന് എന്റെ മോളൊന്ന് ആലോചിച്ച് നോക്ക്. മോളെ, അമ്മ വീണ്ടും പറയ, എന്താ കാര്യമെന്ന് നീ സത്യമ്മയോട് ഫോൺ ചെയ്ത് പറയേ. അല്ലെങ്കിൽ വിഷ്ണു മോനെ നിനക്ക് നഷ്ടപ്പെടും. അമ്മ എന്റെ കല്യാണം ഉറപ്പിച്ചു സുസ്മിതയായിട്ട്. അതെ ശാരദമ്മേ, ശാലിനിക്കും അക്കാര്യം അറിയാം. എല്ലാത്തിനും കാരണം അമ്മയുടെ ഈ ഒരു ഒറ്റ മോളാ. മോനെ, ഇവള് ഇപ്പോഴും ശാലിനി ഒരു വാക്ക് പറഞ്ഞ ആ കല്യാണം നടക്കില്ല. തയ്യാറുണ്ടോ നമ്മ ചോദിച്ചു നോക്കും മോളോട്. അയാൾ പറയില്ല. ഇയാളുടെ ഈ മൗനം അതാണ് ഈ കല്യാണത്തിലേക്ക് എത്തിച്ചത്. മോളെ, നീ ശാലിനിയെ കൊണ്ട് സത്യം പറയിക്കാൻ അമ്മ പല വഴികളും നോക്കി. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ പോയി അന്ന് വൈകിട്ട് ശാലിനി എങ്ങോട്ടാ പോയെന്ന് അമ്മയ്ക്കറിയോ? അത് ഇവളുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയതല്ലേ? എന്നല്ല, ശാലിനി പോയത് സീതാമോഡിലെ കാളി ക്ഷേത്രത്തിലേക്കാ. ഈ സീതാമോണ്ടിലെ കാളീക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അമ്മ? സത്യപരീക്ഷ നടത്താൻ വേണ്ടിയിട്ടാ അമ്മ ശാലിനി അങ്ങോട്ട് വിളിച്ചത്. പരപുരുഷന്മാരുമായിട്ട് ബന്ധം ഉണ്ടായിട്ടില്ലെന്ന് സത്യം ചെയ്ത് കർപ്പൂരം കത്തിച്ച് ദേവി വിഗ്രഹം വരെ മുട്ടിലഴയാൻ പറഞ്ഞു അമ്മ. ആ പ്രദക്ഷിണം ശാലിനി പൂർത്തിയാക്കിയില്ല ശാരദാമ്മേ. അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാ പോയത്. അമ്മ പിന്നാലെ ചെന്ന് നോക്കുമ്പോ ഗർഭിണികൾക്കായിട്ടുള്ള മരുന്ന് കൈ പിടിച്ച് നിൽക്കുകയാണ്. ഗർഭിണിയാണോ എന്നറിയാൻ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു അമ്മ. അതിനും അയാൾ സമ്മതിച്ചില്ല. പകരം അമ്മ പറഞ്ഞതുപോലെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തു. മോളെ, ആ സംഭവങ്ങളാ ഈ കല്യാണത്തിന് വഴിമരുന്നായത്. സ്വയം ജീവിക്കാനല്ല, ആരെയോ രക്ഷിക്കാനുള്ള വ്യഗ്രതയാ.
നശിപ്പിക്കുന്നേ? എടി, സത്യമ്മയുടെ നീ എല്ലാം തുറന്നു പറയടി മോളെ. അമ്മയ്ക്ക് തെറ്റിയമ്മ. ശാലിനി പ്രഗ്നന്റ് ഒന്നും അല്ല. ഇത് ആരും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളോ ഇത്. എടോ, എടോ, അവസാനമായിട്ട് പറയാ, ശാലിനി ഇയാളെ അമ്മയോട് സത്യം എന്താന്ന് തുറന്നു പറ. എടോ, അപ്പോ എന്നെ ഇഷ്ടമാണെന്ന് ഇയാള് കള്ളം പറയായിരുന്നല്ലേ? ഒരിക്കലും അല്ല. ഇനിയൊരു 100 ജന്മം ഉണ്ടെങ്കിലും വിഷ്ണുവേട്ടനൊപ്പം ജീവിക്കാൻ സാധിക്കണമെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നിട്ട് ആ വിഷ്ണുവിനാണോ മറ്റൊരു പെണ്ണിന് വിട്ടുകൊടുക്കുന്നേ? ആണോ? ഈ പ്രപഞ്ചം മുഴുവൻ പകരം വെച്ചാലും വിഷ്ണുവേട്ടനെ വിട്ടുകൊടുക്കാൻ എന്റെ മനസ്സ് അനുവദിക്കില്ല. ഇയാള് സത്യം പറയുന്നത് എങ്ങനെയാ ശാലിനി? എടോ, അല്ലെങ്കിൽ ഈ കല്യാണം നടക്കണോ? മനസ്സിലാക്ക്. എടോ, ഇയാൾ അമ്മയോട് എല്ലാം ഒന്ന് തുറന്നു പറ. ശാലിനിയുടെ ജീവൻ കൊടുത്തിട്ടായാലും അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കും. എടോ, ഒന്ന് പറയടോ.